രാജു? ഞാൻ ശ്രദ്ധിക്കായിരുന്നു. എന്താ മുഖം കണന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നെ? എന്തു പറ്റി? രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആകെ വലിയ മാറ്റമാണല്ലോ. സർ, ഞാൻ ഋതിക മേഡത്തെ കല്യാണം കഴിച്ചിട്ടില്ല. ജീവിതമാകുമ്പോ ചില മാറ്റങ്ങള് അനിവാര്യമല്ല മേഡം. ഓരോ ദിവസം കഴിയുന്തോറും എന്റെ ടെൻഷൻ കൂടിക്കൂടി വരിക. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ മാഡത്തിന് ഇങ്ങനെ കൂളായിട്ട് നടക്കാൻ എങ്ങനെ പറ്റുന്നു? അതിനിവിടെ ഇപ്പൊ എന്ത് സംഭവിച്ചു? രാജുവിന് ഇത് എന്ത് പറ്റി? എന്ത് സംഭവിച്ചെന്നോ? നമ്മൾ ഈ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞുള്ള അഭിനയം തുടങ്ങിയിട്ട് ദിവസം എത്രയെന്ന് മാഡത്തിന് വല്ല പിടിയുണ്ടോ? വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ പറ്റിച്ച് എത്ര നാള് നമുക്ക് ഈ നാടകം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും? എന്റെ അച്ഛനാണെങ്കിൽ ഓരോ ദിവസവും ഓരോ പൂജകളും ചടങ്ങുകളുമായിട്ട് ഇങ്ങ് വരും. ഓ, അപ്പൊ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് രാജുവിന് ഞാനൊരു ബുദ്ധിമുട്ടായി തോന്നി തുടങ്ങിയല്ലേ? അങ്ങനെയല്ല മാഡം. പിന്നെ എങ്ങനെയാ? എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ ഒപ്പം ഉണ്ടാവുമെന്ന് രാജു വാക്ക് തന്നതുകൊണ്ടാ. രാജുവിന് അത്രയ്ക്ക് വിശ്വാസമുള്ളതുകൊണ്ടാ. മറ്റൊന്നും ചിന്തിക്കാതെ രാജുവാണ് എന്റെ കഴുത്തിൽ താലി ചാർത്തിയതെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത്. രാജുവിന്റെ ജീവിതത്തിൽ ഇത്ര വേഗം ഞാനൊരു ബുദ്ധിമുട്ടായിട്ട് മാറുമെന്ന് ഞാൻ കരുതിയില്ല. അയ്യോ മാഡം, മാഡം നിക്ക് മാഡം, മാഡം നിക്ക്. ബുദ്ധിമുട്ടായിട്ടല്ല മാഡം, ഞാൻ ഈ ചിന്തിക്കുന്നത് നമ്മൾ ഈ ചെയ്യുന്നതിന്റെ മറുവശമായിട്ടാ. എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരുടെ കണ്ണില് ഋതിക മാഡം ഇപ്പൊ എന്റെ ഭാര്യയാണ്. ഇതൊക്കെ നുണയായിരുന്നെന്നും ദീപക്കുമായിട്ടുള്ള കല്യാണത്തിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടത്തിയ നാടകമാണെന്നൊക്കെ എല്ലാവരോടും പറയേണ്ടി വരും. അതൊക്കെ പറയേണ്ടി വരുന്ന ദിവസം എന്നാണെന്നോ എത്ര ദൂരെയാണെന്നോ നമുക്കറിയില്ല. എല്ലാത്തിന്റെ അവസാനം മന്ത്രിയായ അച്ഛന്റെ പിയോടൊപ്പം ദാമ്പത്യ ജീവിതം നടത്തിയിരുന്ന ആദ്യ വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിയായിരിക്കും ഋതിക മാഡം. മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിച്ച ഋതിക മാഡത്തിന് ആ രീതിയിലുള്ള ആലോചനകളെ വരൂ. ഇതാണോ രാജുവിന്റെ പ്രശ്നം? അതെ. എങ്കിലേ അതോർത്ത് രാജു വിഷമിക്കണ്ട. സത്യം മനസ്സിലാക്കി പൊന്നു മനസ്സുള്ള ഒരാള് വന്നാ വരട്ടെ. വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കി വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും. എന്താ, എനിക്ക് തനിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതല്ല മാഡം ഞാൻ പറഞ്ഞു വന്നത്. അതെ, മനസ്സിലേക്ക് വരുന്ന അനാവശ്യ ചിന്തകൾക്ക് ഏറ്റവും ഉദാത്തമായ കാര്യമാ പ്രാർത്ഥന. രാജു വന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച തീരാവുന്ന കൺഫ്യൂഷനൊക്കെ രാജുനുള്ളൂ. മാഡം ചെന്ന് തൊഴുതുള്ളൂ. ഞാൻ അർച്ചനയ്ക്കുള്ള രസീതായിട്ട് വരാം. മുണ്ട് താഴ്ത്തിയിട്. ദൈവമേ, രാജുവിന്റെ മനസ്സ് ആകെ കൺഫ്യൂസ്ഡ് ആണല്ലോ. രാജുവിന്റെ മനസ്സ് മാറാൻ ഞാൻ എന്ത് ചെയ്യും? അമ്മേ ദേവി, ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെയാകും എന്നറിയാതെ നിന്നപ്പോ എനിക്ക് തോന്നിയ ഒരു പോംവഴി. ആ വഴി ഇപ്പോ എന്നെ രാജുവിനെ മുന്നോട്ട് ഒരുമിച്ച് നടത്തുക. മനസ്സുകൊണ്ട് രാജുവിന്റെ ഭാര്യയായി തന്നെയാണ് ഞാനിപ്പോ ജീവിക്കുന്നത്. രാജുവിന്റെ ഒപ്പം. രാജുവിന്റെ മനസ്സിലെ ആശയക്കുഴപ്പങ്ങളൊക്കെ മാറി എന്റെ മനസ്സിലെ പ്രണയവും രാജുവിനൊപ്പം ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹവും രാജു മനസ്സിലാക്കണേ ദേവി. തിരുമേനി, മോൾക്ക് വരുന്ന മേടമാസം കഴിഞ്ഞാ പിന്നെ 30-ാം വയസ്സിലെ മംഗല്യയോഗം ഉള്ളൂ. വിശേഷാൽ പൂജ കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് തന്നെ കുട്ടിയെ കൊണ്ട് ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം നടത്തിക്കൊള്ളും. സാധാരണ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ ശയനപ്രദക്ഷിണം നടത്താറുള്ളതല്ല. പക്ഷെ ഇവിടെ ദേവിയുടെ മുന്നിൽ
മനസ്സിലെ ആഗ്രഹം തുറന്നു പറഞ്ഞ് ശയനപ്രദക്ഷിണം നടത്തിയാൽ ഏത് ആഗ്രഹവും ദേവി സാധിച്ചു തരും. ധൈര്യമായി മനസ്സർപ്പിച്ച് ചെയ്തോളൂ. ശരി തിരുമേനി. തിരുമേനി, ആ ഈ ക്ഷേത്രത്തില് ശയനപ്രദക്ഷിണം നടത്തിയ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്ത് സഫലമാകൂ? കുട്ടിയുടെ ആകാംക്ഷ കണ്ടിട്ട് എന്തോ വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ടെന്ന് തോന്നല്ലോ. അതെ തിരുമേനി, ഉണ്ട്. മനസ്സിലെ ആഗ്രഹം മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ട് ശയനപ്രദക്ഷിണം നടത്തിക്കൊള്ളൂ. ആഗ്രഹം എന്തായാലും എത്ര തടസ്സങ്ങൾ വന്നാലും ദേവി അത് നടത്തിത്തരും. നന്നായി പ്രാർത്ഥിച്ചോളൂ. അപ്പോഴേക്കും വന്നല്ലോ. തടസ്സങ്ങളുടെ കാര്യം തിരുമേനി പറഞ്ഞ് നാം എടുത്തതേ ഉള്ളൂ. എന്താ? ഒന്നുമില്ല. ഞാനും രാജുവും ക്ഷേത്രത്തിൽ വന്നപ്പോ യാദൃശികമായി രമ്യയും ക്ഷേത്രത്തിൽ വന്നല്ലോ എന്ന് പറയുകയായിരുന്നു. എന്തൊരു യാദൃശികത! എപ്പോഴും പിന്നാലെ നടക്കുകയാണെന്ന് പറയേയില്ല. എനിക്ക് മനസ്സിലായി. രാജുവിന്റെ ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ശയനപ്രദക്ഷിണം നടത്താനുള്ള പോക്ക അവളുടേത്. ശരിയാക്കി തരാം. അമ്മേ ദേവി, രാജുവിന്റെ മനസ്സിലെ ആശങ്കകളൊക്കെ മാറ്റി രാജുവിന് എന്നോട് സ്നേഹം തോന്നിക്കണേ. ഈ ഒരു ജന്മമല്ല, 1000 ജന്മങ്ങൾ രാജുവിന്റെ ഭാര്യയായി സന്തോഷത്തോടെ രാജുവിനോടൊപ്പം ജീവിക്കാൻ എനിക്ക് ഭാഗ്യം തരണേ ദേവി. രാജുവിന്റെ ഒപ്പം എന്നും സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണേ ദേവി. ഋതികേ, ശയനപ്രദക്ഷിണം പൂർത്തിയായാലല്ലേ നിന്റെ പ്രാർത്ഥനയ്ക്കും നേർച്ചയ്ക്കും ഫലം ഉണ്ടാവും. രമ്യത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മാഡം, പ്രതാപ, നീ കയറി തൊഴുതോ.
രാധിക മേഡം. പ്രതാപ, എന്താ ഇവിടെ? നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നീ വന്നേ. എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും വഴിപാട് നടത്തിയാലും ചെയ്ത തെറ്റുകളുടെ ഫലം അത് അനുഭവിച്ചേ തീരൂ. ചില ശാപങ്ങളേറ്റാൽ ജീവിതത്തിൽ ഒരിക്കലും മേൽഗതി ഉണ്ടാവില്ല. നിന്റെ ശകാരമാണെങ്കിൽ പോലും അത് കേൾക്കാൻ ഒരു യോഗ്യത വേണ്ടേ പ്രതാപ? നീ വന്നേ. മാഡം, മാഡം എന്തിനാ ഇപ്പൊ ഈ പ്രദക്ഷിണം നടത്തിയേ? അത് രാജു, ഞാൻ നമ്മുടെ മനസ്സിലായി. പ്രശ്നങ്ങളൊക്കെ മാറി വർമ്മ സാറായിട്ടുള്ള പിണക്കം മാറാനല്ലേ? അതിന് ഞാനില്ലേ? മാഡം എന്തിനാ ഇങ്ങനെ കഠിനമായിട്ടുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത്? മാഡം എഴുന്നേക്ക്. രാജു, നമ്മുടെ എഴുന്നേക്ക് മാഡം. പറയുന്ന കേക്ക്. വാ, എഴുന്നേക്ക്. ആ മന്ത്രി എല്ലാം നശിപ്പിച്ചു. മോളോട് സ്നേഹമില്ലെന്ന് പറയുകയും ചെയ്യും, കാണുമ്പോ ഒക്കെ വഴക്കും പറയും. പിന്നെ അവളുടെ ശരീരം പൊള്ളി ഇയാക്കിതെന്താ? എന്താ രമ്യേ, എന്തിനാ നീ എന്നെ വിളിച്ചേ? അല്ല, അംബികാമ്മയുടെ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ക്ഷേത്രത്തില്? രാജുവും ഋതികയും ക്ഷേത്രത്തിൽ വരുന്ന കാര്യം നീ എന്താ എന്നെ ഇൻഫോം ചെയ്യാതിരുന്നേ? അതിനവര് ക്ഷേത്രത്തിൽ വരുന്ന കാര്യം ഞാൻ അറിഞ്ഞോ? പിന്നെ നിനക്കെന്താ വീട്ടിൽ പണി? ദേ രമ്യേ, എപ്പോഴും നിന്റെ ഒരു കണ്ണ് അവരുടെ മേൽ വേണം. മടി കാട്ടിയാലേ നിന്റെ മനസ്സിലെ ആഗ്രഹം ഒന്നും നടക്കില്ല, ഞാൻ പറഞ്ഞേക്കാം. എനിക്കൊരു മടിയുമില്ല. ഋതികയെ ശരിക്കൊന്ന് വെള്ളം കുടിപ്പിക്കാനുള്ള മാർഗവേ എന്റെ മുമ്പിൽ തെളിഞ്ഞിട്ടുണ്ട്. അതൊന്നും അംബികാമ്മേടത്തോട് പറയാനാ ഞാൻ ഫോൺ ചെയ്തത്. ആണോ? കൊള്ളാലോ. അല്ല, എന്താ സംഭവം? രാജുവിന്റെ ഒപ്പേ വീട്ടിലേക്കുള്ള വരവേ അത്ര ഇഷ്ടമില്ലാത്ത ഒരാളെ ഋതികയുടെ സ്വർണത്തിന്റെ മതിപ്പ് കാണിച്ച് ഞാൻ കൊതിപ്പിച്ചിട്ടുണ്ട്. ആരെ? രാജുവിന്റെ ചേച്ചി പ്രിയെ. പ്രിയെ വിവാഹം ചെയ്തു കൊടുത്ത ജയനെ സ്ത്രീധനത്തുക മുഴുവൻ കൊടുക്കാത്തോണ്ടാണല്ലോ ഈ പ്രിയയ്ക്കും മകൾക്കും സ്വന്തം വീട്ടിൽ തന്നെ വന്ന് താമസിക്കേണ്ട അവസ്ഥ വന്നത്. ആവശ്യത്തിലേറെ പണവുമായി ഭർത്താവിന്റെ ഒപ്പം ജീവിക്കണമെന്നേ പ്രിയയ്ക്കും ആഗ്രഹം കാണില്ലേ? ഓ, അങ്ങനെ. സാഹചര്യങ്ങളെ മനുഷ്യരെ കൊണ്ട് എന്തും ചെയ്യിക്കാൻ നിർബന്ധിതരാക്കും. ഋതികയുടെ ആഭരണങ്ങളോട് ഭ്രമം തോന്നാൻ പ്രിയയുടെ മനസ്സിൽ ചെറിയൊരു വിത്ത് ഞാൻ പാകിയിട്ടുണ്ട്. ആ വിത്തിപ്പോ അവളുടെ മനസ്സിലെ പടർന്ന് പന്തലിച്ചിട്ടുണ്ടാവും. കൊള്ളാം, മിടുക്കി. പ്രിയേ, ആ വല വീഴും. പക്ഷെ ചിറകിട്ടടിക്കാൻ പോകുന്നതേ ഋതികയായിരിക്കും. നീ വന്നേ, വാ. സമയം കഴിഞ്ഞു തന്നെ. ഓ ഇല്ല. ദേ ചേട്ടാ, പിന്നെ
ഈ ചടങ്ങൂടെ മതി കേട്ടോ. രാജുനെന്തോ ഇതൊന്നും തീരെ താല്പര്യമില്ല. ഇതൊക്കെ എന്റെ ഇഷ്ടത്തിനാണോ? ജോത്സ്യം പറഞ്ഞിട്ടല്ലേ? നീ വന്നേ. നിൽക്കുക. തുളസിമാല കൊണ്ടുവന്നു അല്ലേ? എന്നാ ചെക്കനെയും പെണ്ണിനെയും വിളിച്ചോളൂ. വർമ്മ സാറും ഉണ്ടോ? എങ്കിൽ ശുഭം. വർമ്മ സാറേ, സാറിന്റെ കൈകൊണ്ട് തന്നെ ആ തുളസിമാല വാങ്ങി ചെക്കന്റെയും പെണ്ണിന്റെയും കയ്യിലേക്ക് കൊടുത്തോളൂ. അവരത് പരസ്പരം അണിയുന്നതോടെ മുഹൂർത്തം നോക്കാതെ നടത്തിയ കുട്ടികളുടെ വിവാഹത്തിന്റെ ദോഷങ്ങളൊക്കെ മാറും. വർമ്മ സാറിനോട് പറയേണ്ടതില്ലായിരുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ക്ഷമിക്കണം. എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോ ഞാൻ കരുതി പ്രശ്നങ്ങളൊക്കെ മാറിയെന്ന്. അമ്മേ, മതിയമ്മേ. എന്റെ ഋതിക മാഡത്തിന്റെ നല്ലതിനു വേണ്ടിയാ അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നെന്നറിയാം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന്. വീണ്ടും വെറുതെ വർമ്മ സാറിനെ ദേഷ്യം പിടിപ്പിച്ചോ? വീട് ഇത് തന്നെയാണല്ലോ അല്ലേ? ഫോണിൽ പറഞ്ഞ അടയാളം വെച്ചിട്ട് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. രുക്മിണി ചേച്ചി, രുക്മിണി ചേച്ചി, ആരാ? വാ. ആരാ? എന്താ കാര്യം? രുക്മിണി ചേച്ചിയുടെ വീട് ഇതല്ലേ? അത് നിങ്ങൾ പറഞ്ഞ രുക്മിണിയുടെ വീട് ഇത് തന്നെയാ. പക്ഷെ ഞങ്ങളാണ് ഇവിടെ താമസക്കാര്. ഞങ്ങള് വാടകയ്ക്കാ. ഓ, അപ്പോ രുക്മിണി ചേച്ചി താമസിക്കുന്നത്? ഞാൻ രുക്മിണിയുടെ മോളാ, രമ്യ. വാ, ഞാൻ വീട്ടിലേക്കാ. പിള്ളച്ചേട്ടാ, അപ്പൊ ഇതാണ് ചെക്കന്റെ അനുജത്തി. വാ മോളെ, എങ്കിൽ സമയം കളയണ്ട, നമുക്ക് വീട്ടിലേക്ക് പോ. അല്ല, നിങ്ങൾ എവിടുന്നാ? ഞാൻ സേതു. ഇവിടെ ടൗണിൽ ഒരു മാരേജ് ബ്യൂറോ നടത്തുന്നുണ്ട്. ഇത് പിള്ളച്ചേട്ടൻ, ഇടശ്ശേരിയിൽ വലിയ വ്യാപാരിയാ. പിള്ളച്ചേട്ടൻ ഒരേ ഒരു മോള്, ദീപ്തി. നമ്മുടെ രുക്മിണി ചേച്ചിയുടെ മോനുമായിട്ട് പിള്ളച്ചേട്ടന്റെ മോളുടെ കല്യാണം ഒന്ന് പറഞ്ഞുറപ്പിക്കാൻ വേണ്ടി വന്നതാ. അതൊന്ന് സംസാരിച്ചുറപ്പിക്കാൻ വേണ്ടി വന്നതാ. അല്ല, അതെങ്ങനെ ശരിയാവും? എന്തേലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നോ? എന്ത് പ്രശ്നം? പിള്ളച്ചേട്ടാ, രുക്മിണി ചേച്ചി പറഞ്ഞ വീട്ടുകാർ ഇവരാണെന്ന് തോന്നുന്നു. ദേ, ആ പെണ്ണ് കരയുന്ന കണ്ടില്ലേ? അപ്പോ നിങ്ങളെല്ലാം അറിഞ്ഞിട്ടാണോ ആലോചനയായിട്ട് വന്നത്? അറിയേണ്ടതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനി രാധയുടെ വക വിശദീകരണമൊന്നും വേണ്ട. വേണോ ബ്രോക്കറെ? ഏയ്, വേണ്ട വേണ്ട. തനിക്ക് ഇവിടെ എത്തിയപ്പോ എന്നെ ഫോണിൽ വിളിക്കായിരുന്നല്ലോ. ഞാൻ വിളിച്ചിരുന്നു, ചേച്ചി ഫോൺ എടുത്തില്ല. ശരി, വാ വീട്ടിലേക്ക് പോ. രുക്മിണി, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? എന്റെ മോളുടെ കണ്ണീര് കണ്ടില്ലെന്ന് നടിക്കരുത് രുക്മിണി. പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാൻ രുക്മിണിയമ്മേ. ഇവരുടെ സ്നേഹം അംഗീകരിച്ച് അത് നടത്തി കൊടുക്കാന്ന് നമ്മള് വാക്കു കൊടുത്തതല്ലേ? എന്നിട്ടിപ്പോ
ഹരീഷിന് വേറൊരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് ന്യായാണോ? ന്യായോ അന്യായോ ഒന്നും നിങ്ങളെന്നെ പഠിപ്പിക്കണ്ട. പറഞ്ഞ വാക്ക് പാലിക്കാതെ കൂറുമാറിയത് നിങ്ങളാണ്. മന്ത്രിയുടെ മകളെ കണ്ടപ്പോ നിങ്ങളുടെ മകൻ എന്റെ മകൾക്ക് കൊടുത്ത വാക്ക് മറന്നു. എന്റെ മോൻ എനിക്കിഷ്ടമുള്ള പെണ്ണിന്റെ കഴുത്തിൽ താലി കിട്ടും. നിങ്ങൾ വന്നേ. വാ. ഇതെല്ലാം നീ കാരണം. അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. ശ്രീ, ഓർത്തോ, എന്റെ മരണത്തിന്റെ കാരണക്കാരി നീയായിരിക്കും. അമ്മ പറയുന്നു.